നിർത്തണം. അവൻ കർത്താവദാസനെ സൃഷ്ടിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. Let's bow our heads. Hallelujah. Praise be to God, Almighty Father. Lord, thank you for this blessed Sunday, my Lord. Thank you, Lord, the beautiful songs you've given us. Thank you for that. Lord, I'm standing in presence of you, my Lord. Yes, Lord, the word what you have given me is Katavi from you, my Lord. Lord. Yes. I believe that this is come from you, my Lord. Yes, Hallelujah, Lord. Yes. my Lord. Let this words touch each one of us, my Lord. Yes. My Lord. And help me to say this word, my Lord. Hallelujah. And my Lord, Hallelujah. and bless these words, my Lord. Yes. We will pray in Almighty Lord's name. Amen. 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 So I know we have a short time, so I'm not going too much. So just do a recap because I was supposed to do after 2 weeks from my last message, but somehow there was few things over there in my work and in my home, so I didn't know able to come back and join for this message. So I just want to do a recap with the points. പ്രിയമുള്ളവരെ, പെട്ടെന്ന് സമയം നമ്മുടെ മുമ്പില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ ദേവസഭയിൽ വചനം പങ്കുവെക്കുവാനിടയായി. 1-2 ആഴ്ചക്കുള്ളിൽ പെട്ടെന്ന് രണ്ടാമത് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ജോലിയിലെ ആവശ്യങ്ങൾ നിമിത്തവും ഭവനത്തിലെ ആവശ്യങ്ങൾ നിമിത്തവും എനിക്ക് പിന്നീട് കറഞ്ഞു പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് താക്കോൽ വാക്യം പോലെ പറഞ്ഞു മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. The subject was becoming mature in Christ. വിഷയം ഇതായിരുന്നു, ക്രിസ്തുവിൽ പക്വതയുള്ളവരായുള്ള വിശ്വാസികളായി നാം മാറുക. So I'm just taking the recap for these points. ചില പോയിന്റുകൾ മാത്രം ഓർപ്പിക്കുന്നു. The sign of spiritual immorality. സ്വന്തം ആത്മീക പക്വതയില്ലായ്മയുടെ അടയാളങ്ങൾ. എങ്ങനെ എന്നെ നോക്കിയാൽ ഞാൻ പക്വതയുള്ളവനാണോ പക്വതയില്ലാത്തവനാണോ സ്പിരിച്വൽ ആയിട്ട് എന്ന് എങ്ങനെ അറിയാം? First was easily offended. We get easily offended. പെട്ടെന്ന് ഒരു കാര്യം വന്നാൽ ഉടനെ മുറിവേൽക്കുന്നു, പെട്ടെന്ന് നാം ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് പ്രതികരിക്കുന്നു. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളെ അഫക്ട് ചെയ്യുന്നു, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മൾ റോങ് ആയി അല്ലെങ്കിൽ ബാഡ് ആയി റെസ്പോണ്ട് ചെയ്യുന്നു. We are always driven by the feelings. രണ്ടാമത്തെ അടയാളം, ഫീലിംഗ് ആണ് നമ്മളെ നയിക്കുന്നത്, അല്ലാതെ ക്രിസ്തുവിലെ ഉറപ്പല്ല. ഫീലിംഗ് അനുസരിച്ച് നമ്മൾ മാറും. അത് ആത്മീയമാണ്. സ്പിരിച്വൽ വന്നാലും ഭയങ്കര ഫീലിംഗ് വരുമ്പോൾ ഭയങ്കര വർഷിപ്പാണ്. ഫീലിംഗ് ഒന്നും ഇല്ലെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ്. സർക്കംസ്റ്റാൻസ് ഫീലിംഗ് നമ്മളെ എപ്പോഴും നയിക്കും. അതാണ് രണ്ടാമത്തെ അടയാളം. And third was inconsistent in spiritual discipline. ആത്മീക പക്വത, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഇപ്പം ആരാധനയ്ക്ക് ടൈമിന് വരുന്നതാണ് ഡിസിപ്ലിന്. അതുപോലെ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് ഡിസിപ്ലിന്. ജോലിക്ക് തക്ക സമയത്ത് പോകുന്ന ഡിസിപ്ലിന്. ജീവിതത്തിൽ ചിട്ടയില്ലാത്തതായി മാറും. അത് വീട്ടിലാണേലും നമ്മൾ ഓരോരുത്തരെയും നമുക്ക് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഡിസിപ്ലിൻ, ചിട്ടയില്ലായ്മ ജീവിതത്തിൽ കടന്നു വരും. അത് ഇമ്മെച്യൂരിറ്റിയുടെ, സ്പിരിച്വൽ ഇമ്മെച്യൂരിറ്റിയുടെ അടയാളമാണ്. യു വോണ്ട് ബി സിസ്റ്റമാറ്റിക് ഇൻ യുവർ ലൈഫ്. യു വോണ്ട് ബി ഡിസിപ്ലിൻ. Struggle with the self control. അതുപോലെ സ്വയം സ്വന്തം ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം ഇല്ലാതെ വൾണറബിൾ, എപ്പോഴും ജഡമോ ഫ്ലഷോ ഫീലിംഗ്സോ വന്നാൽ യു ഈസിലി ഗീവ് ഇൻ ടു ഇറ്റ്. ആ പാപം ചെയ്യാനായിട്ട് ജഡം ആകർഷിക്കും, അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാനായിട്ട് പെട്ടെന്ന് ആ ജഡത്തിന് സെൽഫ് കൺട്രോൾ ഇല്ല. കൺട്രോളിൽ കണ്ണിനെയോ കയ്യെയോ അതിരത്തെ അതെല്ലാപ്പോഴും സെൽഫ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഭക്ഷണം, അമിത ഭക്ഷണം കഴിക്കാൻ കൊതിയുള്ളവരാണെങ്കിൽ സ്വന്തം ചെയ്യുന്നു. എല്ലാം ഉറക്കം, ഏതൊരു കൺട്രോൾ ഇല്ലാത്ത, സെൽഫ് കൺട്രോളായി സെൽഫായിട്ട് ചില വേണ്ട നോ എന്ന് പറയാൻ കഴിവില്ലാത്ത അവസ്ഥ, അത് സ്പിരിച്വൽ ഇമ്മെച്യൂരിറ്റിയെ കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ്. Tend to be negative. എപ്പോഴും നെഗറ്റിവിറ്റി മാത്രം, പോസിറ്റീവ് ഒരു കാണത്തില്ല. എന്ത് വിഷയം ഉണ്ടായാലും നെഗറ്റീവ് ഭാഗങ്ങൾ മാത്രം കണ്ടിട്ട് കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയിട്ട്, ഡെസലേറ്റ് ആയിട്ട് തന്നിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്ത് മാറുന്ന, കൂട്ടായ്മ വിട്ടു മാറുന്ന. അത് നോക്കിക്കഴിഞ്ഞാൽ, ഏലിയാവിനെ നോക്കിക്കഴിഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടായ്മ വിടും, കൂടെയുള്ള ശിഷ്യനെ പറഞ്ഞയക്കും, പിന്നെ മരുഭൂമിയിലോട്ട്, ഡ്രൈനെസ്സിലോട്ടാണ് പോകുന്നത്, പിന്നെ ഗ്രോത്തിലേക്ക് പോകുന്നില്ല. സ്വന്തം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ സ്പിരിച്വൽ ഇമ്മെച്യൂരിറ്റിയെ കാണിക്കുന്നു. Unwilling to be converted or change. മാറാൻ മനസ്സിലായ്മ. ഇത് തിരിച്ചറിയും, അറിയാം, പക്ഷെ ചേഞ്ച് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് പോലും എടുക്കാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാത്ത അവസ്ഥ. പലവട്ടം ഓർമ്മയ്ക്ക് പറ്റിട്ടും പലരിൽ കൂടെയും തന്നെത്താൻ കോൺഷ്യൻസ് ഓർപ്പിച്ചിട്ടും
മനസ്സില്ല ചേഞ്ച് ചെയ്യാനായിട്ട്, മനസ്സ് വെക്കാത്ത അവസ്ഥ. ഇത് സ്പിരിച്വൽ മെച്യൂരിറ്റിയെ കാണിക്കുന്നു. Okay, all right. Now let's continue this message. ഈ ദൂത് നമുക്ക് തുടരാം. Thanks for staying with me. എന്നോട് കൂടെ നിങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്ദി നിങ്ങൾക്ക് പറയുന്നു. Because I want to grow. എനിക്ക് വളരണം. And before you can grow, you need to know where you are growing from and our picking area that you want to grow in. പ്രിയമുള്ളവരെ, വളരണമെന്ന് കൊതിയുണ്ടെങ്കിൽ, വളർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എവിടെ നിന്നാണ് വളരേണ്ടത്, ഏത് മേഖലകളിലാണ് ഞാൻ വളരേണ്ടത്, ഇത് ഞാൻ തിരിച്ചറിയണം. എന്നാൽ മാത്രമേ വളർച്ചയ്ക്ക് ഒരു ആരംഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എവിടെയാണ് വളർച്ചയില്ലായ്മ, എവിടെയാണ് കുറവ്, നീ റിയലൈസ് ചെയ്തിട്ട്, ഐഡന്റിഫൈ ചെയ്തിട്ട് അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചില ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. The points I've given you is from the signs of the immaturity. Now let's talk about the signs of immature. ആമേൻ. സ്വന്തം ഇമ്മെച്യൂരിറ്റിയുടെ അടയാളങ്ങളെ കുറിച്ച് അവൻ പറയാനിടയായി തീർന്നു. അവൻ ഇനി അടുത്ത് എന്താണ് അവൻ പക്വതയില്ലായ്മ എന്ന് പറയട്ടെ. മെച്യൂരിറ്റി. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഇനിയും എന്താണ് പക്വതയുള്ള വളർച്ച എത്തിയ അവസ്ഥകൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് പറയട്ടെ. Now I want to give you some very practical ways that you can start maturing and looking like Jesus. അവൻ അത് പറയുന്നതോടൊപ്പം തന്നെ ചില പ്രായോഗികമായ ചില ഉപദേശങ്ങളും, എങ്ങനെ എനിക്ക് യേശുവിനെ പോലെയാകാം, യേശുവിന്റെ കൂട്ടം നടക്കാൻ അവൻ കഴിയും, അതിനെക്കുറിച്ച് ചില ആലോചനകളും നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. So there are not too much, a few points which is there are steps to in spiritual maturity. ആമേൻ. ആത്മീക പക്വതയിലേക്ക് ഒത്തിരി ധാരാളം പറയാനില്ല, ചില ചുവടുവെപ്പുകൾ നമുക്ക് എടുക്കാൻ കഴിയും. അത് ചിലത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. The first thing is learn to forgive and let go. ഒന്നാമത്തെ ഏറ്റവും എടുക്കാൻ പറ്റുന്ന ചുവടുവെപ്പ് അന്യരോട് ക്ഷമിക്കുകയും ചില കാര്യങ്ങൾ എഴുതിത്തള്ളുകയും ചെയ്യുക. ലെറ്റ് ഇറ്റ് ഗോ. അത് പോകട്ടെ. അതിനെ വീണ്ടും പിടിച്ച് അതിൽ ഡ്വെല് ചെയ്തിട്ട് ഡിപ്രഷനിലും ദേഷ്യത്തിലും ആംഗറിലും ബിറ്റർനെസ്സിലും ജീവിക്കാതെ ചില കാര്യങ്ങൾ വിട്ടുകളയാൻ, ക്ഷമിപ്പാൻ ചുവടുവെപ്പ് എടുക്കണം. You are going nowhere as a believer with unforgiveness. ഒരു കാര്യം പറയട്ടെ, വിശ്വാസി എന്ന നിലയിൽ യേശുവിനെ അറിയുന്ന ഒരു ഭക്തനാണെങ്കിൽ, അത് നീ പാസ്റ്റ് ആണെങ്കിലും സെൻട്രൽ പാസ്റ്റ് ആണെങ്കിലും പ്രവാചകനാണെങ്കിലും അവൻ അന്യഭാഷയിൽ ആരാധിച്ച് 9 കൃപാവരമുള്ളവനാണെങ്കിലും ക്ഷമിക്കാനുള്ള മനസ്സ്, അത് ഇന്ന് പകല് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക്. നിന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും, മറ്റ് പാസ്റ്റർമാരോടാണെങ്കിലും ഇല്ല മറ്റു വ്യക്തികളോടാണെങ്കിലും, നിന്റെ ജീവിതത്തിനെ ഹർട്ട് ചെയ്തവരോടാണെങ്കിലും ഫൊർഗീവ് ചെയ്യാൻ, ക്ഷമിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, വിട്ടുകളയാൻ കഴിയുന്നില്ലെങ്കിൽ, സ്പിരിച്വൽ മെച്യൂരിറ്റിയുടെ പടിയുടെ അടുത്ത് പോലും നീ എത്തിയിട്ടില്ല, ആത്മീക പക്വതയുടെ പടി പോലും നീ കണ്ടിട്ടില്ല. Let's take Colossians chapter 3 verses 13. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. I'm just reading it. ഞാൻ വായിക്കുന്നു. Bear with each other and forgive one another if any of you has a grievance against someone. Forgive as the Lord forgive you. പ്രിയമുള്ളവരെ, അത് ഞാൻ 12-ാം വാക്യം കൂടി ചേർത്ത് മലയാളത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. And we have lots of materials around us on forgiveness. You can access some of that. ഇഷ്ടംപോലെ നിങ്ങൾക്ക് ക്ഷമയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഇന്റർനെറ്റിൽ കയറിയാൽ, ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും, വായിക്കാൻ കിട്ടും. എന്നിട്ട് ബൈബിൾ തന്നെ വാക്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ല പുസ്തകങ്ങൾ വേണമെങ്കിൽ, മെറ്റീരിയൽസ് വേണമെങ്കിൽ ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ ക്ഷമിക്കാൻ എങ്ങനെ കഴിയും, ക്ഷമയെക്കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് ചുറ്റുമാക്കി വെച്ചിട്ടുണ്ട് ആക്സസ് ചെയ്യാൻ. You need to make sure that your forgiveness stuff is clean. ഒരു കാര്യം ഉറപ്പുവരുത്തണം, ക്ഷമിക്കുമ്പോൾ അത് ക്ലീൻ ആണ് ക്ഷമയെന്ന് ഉറപ്പുവരുത്തണം. Now, you want to make sure that you are not drinking in bitterness, because bitterness is like a poison. It's like you drink it in, but you are expecting the other person to die. ആമേൻ. പ്രിയമുള്ളവരെ, കയ്പ് എന്ന് പറയുന്നത് വിഷം പോലെയാണെന്ന് ഓർക്കണം. അത് നീ കുടിച്ചിറക്കും തോറും ഓരോ നിമിഷവും മറ്റൊരു വ്യക്തിയോട് നീ കഴിച്ചിറക്കുമ്പോൾ ആ കയ്പ് തുടർന്നുള്ള കാലം നീ വിഷം തന്നെത്താൻ കുടിക്കുന്നത് പോലെയാണ്. കാരണം ആ വിഷം കുടിക്കുമ്പോൾ നിന്റെ ആഗ്രഹം മറ്റേ വ്യക്തിക്ക് ന്യായവിധി ഉണ്ടാകണം, ദൈവം തന്നെ ശിക്ഷിക്കണം, താൻ മരിക്കണം, തനിക്ക് ദോഷം വരണം, ഇങ്ങനെയൊക്കെയാണ് നിന്റെ ചിന്ത. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല.
That's not the way it works. ക്ഷമ എന്ന് പറയുന്ന അല്ലെങ്കിൽ പക്വത എന്ന് പറയുന്നത് ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. You are the one who limits. You want to pray for those who hurt you. അവൻ പ്രിയമുള്ളവരെ, നീയാണ് ക്ഷമിക്കേണ്ടത്, നീയാണ് നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയാണ് ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. You know, life has a way of continuing to throw at you. Let's just say people that challenge us. പ്രിയമുള്ളവരെ, ജീവിതത്തിനൊരു വഴിയുണ്ട്. പലപ്പോഴും നിന്റെ ജീവിതത്തില് നിന്റെ നേരെ ദൂഷണങ്ങൾ പറയുന്നവരെ, നിന്നെ കുറ്റം പറയുന്നവരെ, നിന്നെ ഉപദ്രവിക്കുന്നവരെ പലപ്പോഴും ജീവിതം നിന്റെ നേരെ തിരിച്ചുവിടാം. പലപ്പോഴും ആ വ്യക്തികൾ നിന്നെ വല്ലാതെ മുറിപ്പെടുത്താം. ജീവിതത്തിന്റെ ഒരു രീതിയാണ് അത് സംഭവിച്ചെന്ന് വരാം. And they sin against us. Some lie, some try to steal, some hurt, some do it unintentionally, and some do it very intentionally. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർ നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ നിങ്ങൾക്കെതിരെ കള്ളങ്ങൾ പറയാം, നിങ്ങളെക്കുറിച്ച് ദൂഷണം പറയാം, നിങ്ങളുടെ കാര്യങ്ങൾ മോഷ്ടിക്കാം, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാം. ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിട്ടായിരിക്കാം ചെയ്യുന്നത്, ചിലപ്പോൾ അറിയാതെയായിരിക്കും അവർ ചെയ്യുന്നത്. ചിലപ്പോൾ അവർ നിന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് വരാം. ഇതൊക്കെയും ജീവിതം തന്നെ നേരെ എറിയുന്ന ചില ചലഞ്ചുകളാണ്, ചില വെല്ലുവിളികളാണ്. കാരണം നിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും, ക്രിസ്തുവിന്റെ പക്വതയിൽ നിന്നും, ക്രിസ്തുവിന്റെ വളർച്ചയിൽ നിന്നും അകറ്റിക്കളയുക. And you have to take out that little dart and say, I forgive you. എന്നാൽ ജീവിതം അല്ലെങ്കിൽ പിശാച് തന്നെ നിന്റെ നേരെ അങ്ങനെയുള്ള വെല്ലുവിളികളെ വലിച്ചെറിയുമ്പോൾ നീ അതിന്മേൽ ജയമെടുക്കണം. എങ്ങനെ? ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു, മനഃപൂർവ്വമായി ക്ഷമിക്കുന്നു, ഞാൻ അത് കണക്കിൽ ഇടില്ല, ഞാൻ അത് എഴുതിത്തള്ളൂ എന്ന് പറഞ്ഞ് നീ അതിന്മേൽ മനഃപൂർവ്വം ജയമെടുക്കണം. കാരണം അവിടെയാണ് ദൈവം നിന്നെ വളരാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഭർത്താവാകാം, നിന്റെ ഭാര്യയാകാം, നിന്റെ അമ്മായിയപ്പനും അമ്മായിമ്മയുമാകാം, നിന്റെ മക്കളാകാം, നിന്റെ അയൽവക്കക്കാരാകാം, ജോലിയിലുള്ള നിന്റെ കൊളീഗ്സ് ആകാം. നിന്റെ നേരെ പല കാര്യങ്ങളും അറിയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ അവർ പ്രതികരിക്കുന്ന പോലെ തന്നെ ലോകമനുഷ്യരെ പോലെ പ്രതികരിക്കാം. ഇല്ലെങ്കിൽ ആ ശത്രുവിന്റെ ഒളിയമ്പനെതിരെ പറയാം, ഞാൻ യേശുവിന്റെ നാമത്തിലെ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഇങ്ങോട്ട് ദോഷം അവർ ആഗ്രഹിക്കുന്നു, അങ്ങോട്ട് ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ അങ്ങോട്ട് കടന്ന് നന്മ ചെയ്യണം. സ്വന്തം അങ്ങനെ നീ ക്രിസ്തുവിൽ ജയിപ്പാൻ, ക്രിസ്തുവിൽ വളർച്ചയുള്ള വ്യക്തിയാകാൻ കർത്താവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നു. One of the sign of someone who is growing is someone who forgives. ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തിയെ കാണണോ? ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ കൊതിയുള്ള ഒരു വ്യക്തിയെ കാണണോ? ആ വ്യക്തി എപ്പോഴും ക്ഷമിക്കുന്നവനാകും. അവൻ മനഃപൂർവ്വം സ്വന്തം ചെയ്യുന്നു. അവന്റെ ജഡം ഇല്ല, ക്ഷമിക്കാൻ പറ്റത്തില്ല പോരാടുമ്പോഴും ആ ജഡത്തിന്റെ ചിന്തകളെ വളരെ കഷ്ടപ്പെട്ട് ജയിച്ചിട്ട് മനഃപൂർവ്വം തന്നോട് ദ്രോഹം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നവനാകും ക്രിസ്തുവിൽ വളരുന്ന പക്വതയുള്ള ഒരു വിശ്വാസി. The second step of spiritual maturity is take all responsibility for your spiritual growth. രണ്ടാമത്തെ ഒരു അടയാളം സ്വന്തം ചെയ്യുന്നു. നീ സ്പിരിച്വലി മെച്ചുർ ആണോ അല്ലയോ എന്ന് അടയാളം. നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ തന്നെ മുൻകൈ എടുക്കണം. പാസ്റ്റർ അല്ലേ, ഇപ്പൊ പലപ്പോഴും പാസ്റ്റർ നിർബന്ധിച്ച് വിളിക്കുന്നു, പാസ്റ്റർ വിളിച്ചു പ്രാർത്ഥന. അങ്ങനല്ല, നീ മുൻകൈ എടുക്കണം. നീ തന്നെ വളരെ ഇനിഷ്യേറ്റീവ് എടുക്കണം. നീ തന്നെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ വരണം. നിന്നെ ഒരു കൂട്ടായ്മയിലാക്കിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും യാദൃശ്ചികമായിട്ട് യു ആർ നോട്ട് എനിവർ. എത്രയോ തൗസൻഡ്സ് ഓഫ് ചർച്ചസ് ഉണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ നിന്നെ ഒരു വലിയ ചലഞ്ച് ആക്കാൻ, ഒരു ബ്ലസ്സിംഗ് ആക്കാനാ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അറിയാതെ കർത്താവിന്റെ ദാസൻ ഡോക്ടറെ ഷെറി ഓർത്തിട്ട് പുകഴ്ത്താല്ല പറയുക. ഇന്നലെ നഴ്സിംഗ് ഹോമിൽ എന്നൊരു ദാസൻ കഴിഞ്ഞ 3 മാസമായിട്ട് ദൂരെ 40 മൈൽ ഓടിച്ചു വന്നിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എന്റെ ഉള്ള ഒത്തിരി പലപ്പോഴും എനിക്കൊരു ഭയങ്കര അറ്റാക്ക് ഉണ്ട് എപ്പോഴും. എങ്ങനെ ഇതിൽ നിന്ന് പുറമോട്ട് മാറി നിർത്തിക്കളയാം. ഇവൻ ഇന്നലെ വൈകുന്നേരം വരെ സംസാരിച്ച് നിർത്തരുതോ ഉള്ള ചോദ്യം വരിക. പക്ഷെ ആഗ്രഹിക്കുമ്പോഴും സമ്മതിക്കുന്നില്ല. അത് വായിച്ചെടുക്കാൻ പോകുമ്പോൾ ഇന്നലെ രാവിലെ എഴുതിക്കുമ്പോ ഹീബ്രൂസ് 12 നീ തക്ക സമയത്ത് കൊയ്യും വേറെയാകാതിരുന്നാൽ. അപ്പോൾ ഒരു കാര്യം, സ്പിരിച്വൽ ഗ്രോത്ത് യു ഹാവ് ടു ടേക്ക് ഇനിഷ്യേറ്റീവ്. ഇറ്റ്സ് നോട്ട് അപ്പോൺ എ പാസ്റ്റർ. തന്നെത്താൻ നിന്നെ അവിടെ താക്കി വെച്ചിരിക്കുമ്പോൾ God gave you an opportunity. God would have taken you anywhere else. Be a part of growth. Do something. ദൈവം സെൽഫ് റെസ്പോൺസിബിലിറ്റി എടുക്കണം സ്പിരിച്വൽ ഗ്രോത്തിന് വേണ്ടി. ആ ചർച്ച് ഗ്രോ ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർത്തോണം. അപ്പോൾ ആ ദൈവദാസന്റെ ഉത്സാഹമെന്ന് മാത്രമല്ല, യു ആർ ക്രിയേറ്റിംഗ് എ ബിഗ് എൻവയോൺമെന്റ് ഫോർ മെനി ടു ബി സേവ്. നിനക്ക് ഓപ്പർച്യൂണിറ്റി നീ ഒന്നും ചെയ്യാതെ മാറിയിരിക്കുമ്പോൾ അതുകൊണ്ട് ഓർത്തോണം,
ആത്മീയ പക്വതയുടെ ഒരു അടയാളം എന്ന് പറയുന്നത് സെൽഫായിട്ട് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി അവർ ഫെലോഷിപ്പ് ഒക്കെ ആത്മീയ വളർച്ച വിളിക്കണം, വിശ്വാസികളെ വിളിക്കണം, ദേവദാസനെ വിളിക്കണം. അപ്പോൾ ആ കണക്ഷൻ കീപ് ഇറ്റ്. കാരണം പിശാച് ആഗ്രഹിക്കുന്ന നിന്നെ സെക്ലൂഡ് ചെയ്ത് നിന്നെ ഡിസ്ട്രോയ് ചെയ്യാനാ, നിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് കംപ്ലീറ്റ്ലി ഡ്രൈ ചെയ്തിട്ട് അമിത്ഷോകം ചെയ്യുന്നത് എല്ലാം ഗീവ് അപ്പ് ചെയ്ത് നീ ബാക്ക് സൈഡ് ആകാനാ പിശാചിന്റെ ആഗ്രഹം. പക്ഷെ നെവർ ബി ലൈക്ക് ദാറ്റ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഓൺ ഗ്രോത്ത്. ഒരിക്കലും ബ്ലെയിം ചെയ്യാണ്ട് എനിക്കിത് കിട്ടുന്നത്. God has called you for be a blessing. കിട്ടാനില്ല, നിന്നെ കൊടുക്കാൻ വിളിച്ചിരിക്കുക. അപ്പോൾ take responsibility for your spiritual growth. I mean, right. This one I think is probably more of a challenge for us, and that is taking 100% responsibility for your own spiritual growth. 100% responsibility നമുക്ക് എല്ലാവർക്കും വെല്ലുവിളി ഒരു കാര്യമാണ്. അത് എനിക്കുൾപ്പെടെ ഞാൻ എന്നെ സംബന്ധിച്ചോടെ പറയും, വചനം പറയുമ്പോൾ ഇറ്റ്സ് സ്പീക്കിംഗ് ടു മീ ടു. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര വെല്ലുവിളി ഒരു വിഷയമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് 100% ഉത്തരവാദിത്വം. നമ്മൾ എന്ത് ചെയ്യും? ഭാര്യയെ പഴി പറയും, അല്ലെ പിള്ളേരെ പഴി പറയും, ഇല്ലെ സർക്കംസ്റ്റൻസിനെ പഴി പറയും. ഇവർ ചെയ്യുന്നില്ല. ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഗ്രോത്ത്. വേറൊരു വ്യക്തിയെ ആസ്പദമാക്കി ആയിരിക്കരുത് നിന്റെ വളർച്ച. അവൻ വന്നില്ല പിന്നെ നിർത്തി, അങ്ങനെ നീ ചിന്തിക്കാനേ പാടില്ല. 100% ടേക്ക് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി for your spiritual growth and also for the growth of the kingdom of God. ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നീ 100%. ഒരിക്കലും വിശ്വാസിയെ പഴിയാറിയല്ല, നീ 100%. വചനം എന്ന് പറയുന്നത് ഇറ്റ്സ് സോ പവർഫുൾ. ഇറ്റ്സ് നോട്ട് വൺ സൈഡഡ്, ഇറ്റ്സ് ടു എവ്രിവൺ. അപ്പോൾ നമ്മുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി നമ്മൾ 100% ഉത്തരവാദിത്വം എടുക്കണം. നമ്മുടെ സഭയുടെ നമ്മൾ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. So stop making excuses for why you can't read, pray, because you know Christ. അതുകൊണ്ട് പരാതികൾ പറയുന്നത് നിർത്താം. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, എന്തുകൊണ്ട് ഞാൻ ഫ്രൂട്ട്ഫുൾ ആകുന്നില്ല, ഇതാണ് അതാണ് ആ കാര്യമാണ്, അങ്ങനെ അതും ഇതും ചൂണ്ടിക്കാണിച്ച് പരാതി പറയുന്നത് 100% നിന്റെ വളർച്ചയുടെ ആത്മീക ഫലത്തിന്റെ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കുക. 100% സ്പിരിച്വൽ ഡിസിപ്ലിന്റെ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കുക. നീ പോകുന്നിടത്ത് വിശ്വാസികൾക്കും ഭക്തർക്കും ദൈവദാസന്മാർക്കും നീ ഒരു ആശ്വാസമായിരിക്കുക. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മീക വളർച്ചയുടെ 100% ഉത്തരവാദിത്വം ആരെയും പാസ്റ്ററുടെ നിമിത്തമല്ല, ആ സഭയിൽ വരുന്ന വിശ്വാസികളുടെ നിമിത്തമല്ല, നിന്റെ ഭാര്യയുടെ നിമിത്തമല്ല, നീയാണ് ഉത്തരവാദി. യു ആർ 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആ കണ്ടീഷൻ വരുമ്പോൾ പരിശുദ്ധം നീ സ്പിരിച്വലി മെച്യൂർ ആണ്. Be humble, be meek, be quiet. The world does not need your opinions all the time. ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, എപ്പോഴും താഴ്മയുള്ള വ്യക്തിയായിട്ടിരിക്കുക. സ്വന്തം എപ്പോഴും സ്വന്തം ദൈവസന്നിധിയില് താണിരിപ്പാന് സൗമ്യതയോടിരിപ്പാൻ നാം പഠിക്കുക. എപ്പോഴും നിന്നെ ആൾക്കാർ വിളിച്ചു എന്ന് വരത്തില്ല, എപ്പോഴും നിന്നോട് അഭിപ്രായം ചോദിച്ചു എന്ന് വരത്തില്ല. എന്നോട് ചോദിക്കണം, എന്നോട് സംസാരിക്കണം, എങ്ങനെ നീ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. താഴ്മയുള്ള ഒരു വ്യക്തിയായിട്ട് ആ വിഷയങ്ങൾ നിന്നെ ആരും വിളിച്ചാലും ഇല്ലെങ്കിലും നീ ആക്റ്റീവായിട്ട് ഉത്തരവാദിത്തമായിട്ട് നീ ക്രിസ്തുവിൽ വളരണം. അതുകൊണ്ട് എപ്പോഴും സൗമ്യതയോട് താഴ്മ ധരിച്ചിട്ട് ഈ ലോകം എപ്പോഴും നിന്നോട് അഭിപ്രായം ചോദിച്ചെന്ന് വരത്തില്ല, ചോദിച്ചിരുന്നു വിചാരിച്ച് നീ ഒഫൻഡഡ് ആയി തീരാനിടയാകാതെ താഴ്മ ധരിച്ച് ക്രിസ്തുവിന്റെ പാതയിൽ നടക്കുക. Actually, your silence would be better if you are a kind of toxic. It can always kind of saying negative things. Silence is a step of maturity. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, എപ്പോഴും എല്ലാത്തിനും അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ചില സമയത്ത് നാവിന്റെ തുമ്പിൽ പാപം ഇരിപ്പുണ്ടെന്ന് ജെയിംസ് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നു. നാവ് ചെറിയ അവയവം വലിയ കാട് കത്തിക്കുന്നു. അപ്പോൾ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ചിലപ്പോൾ നല്ലത്. അപ്പോൾ നിശബ്ദനായിരിക്കാൻ പഠിക്കുക. പലപ്പോഴും നിശബ്ദത പറയാനൊന്നും ഇല്ലാത്തവനായിട്ടിരിക്കുക. നീ പറയേണ്ട ഇടമാണെങ്കിൽ കർത്താവ് നിനക്ക് ആ വഴി തുറന്നു തരും. എപ്പോഴും ഞാൻ സംസാരിക്കണം എന്നൊരു ചിന്ത നിന്റെ ഉള്ളിലേക്ക് വരാൻ പാടില്ല. അത് ആത്മീക അപക്വതയാണ്. എപ്പോഴും ഞാൻ സംസാരിക്കണം, അതേ അവിടെ ആവശ്യമില്ല. ദൈവത്തിന് ഇഷ്ടമാണ്. ചിലപ്പോൾ നീ പറയുന്ന നന്മയ്ക്ക് പകരം ദോഷം ചെയ്തെന്ന് പറയും. അപ്പോൾ എപ്പോഴും നല്ലത് സൈലൻസ് ആയിട്ടിരിക്കുക. അത് കുടുംബജീവിതത്തിലാണേലും സഭാതലമായ വിശ്വസത്തിലാണെങ്കിലും എപ്പോഴും സൈലൻസ് അനുഗ്രഹമായിരിക്കും. തന്റെ വായെ കടിഞ്ഞാനിട്ട് കാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കംപ്ലീറ്റ് കൺട്രോൾ ഒരു വ്യക്തിയായിട്ടാണ് ജെയിംസ് അവതരിപ്പിക്കുന്നത്. Stop blaming others for anything. See your part, look at your side. Now മറ്റുള്ളവരെ കുറ്റം പറയുന്നത് പഴി ചാർന്ന് നിർത്താം. നമ്മുടെ വശത്തിലേക്ക് നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി തന്നെ ചോദിക്കാം. Now, are others responsible for their behavior? Yes, but you are not to blame them for why you respond, even if what they are doing is outrageous. ഒരു കാര്യം ഓർത്തോണം,
അവൻ മറ്റുള്ളവർ അവരുടെ പെരുമാറ്റത്തിന് ഉത്തരവാദികളോ ആയിരിക്കാം. അവൻ പക്ഷേ നീ അവരെ അവൻ സ്വന്തം വിധിപ്പാനോ അവരുടെ നിമിത്തമായി ഇടറുവാനോ ഒരിക്കലും ഇടയാകരുത്. You stay grounded. And Amen. what's your text for that? The cross. അവൻ നീ എപ്പോഴും ക്രിസ്തുവിൽ ഉറപ്പുള്ളവനായിരിക്കുക. അവൻ അതിന് എന്താണ് വചനം പറയുന്നത്? ആ ക്രൂശ് നീ വഹിക്കുക, ആ ക്രൂശ് അവൻ നീ സഹിക്കുക, ആ ക്രൂശ് നീ എടുക്കാൻ സന്നദ്ധതയുള്ളവനാകുക, പ്രതികരിക്കാതിരിക്കുക. ചില സമയത്ത് നിശബ്ദത നല്ല ആയുധമാണ്. You are not getting beat up like that. You are not getting your flesh ripped off. You are not having metal rip into your bones. You haven't been whipped into the point where you can't walk. You haven't had nails in your hands. So you can do this. If someone unlikes you on social media or a friend betrays you, I know it's hard, but stay on your side and how you respond. Evaluate your reactions to the people as opposed to their towards you. പ്രിയമുള്ളവർ, ഒരു കാര്യം ഓർക്കണം, ക്രൂശിന്റെ പാത നീ ഓർത്താൽ മതി. നീ ഇതുവരെയും ആ കഷ്ടങ്ങൾക്ക് തുല്യമായ ഒരു കഷ്ടത്തിലാകപ്പെട്ടിട്ടില്ല. അവൻ സ്വന്തം നിന്റെ പാദങ്ങളും കാലുകളും എടുക്കാൻ കഴിയാതെ വണ്ണം അവൻ മരത്തോട് ചേർത്ത് ആണി കൊണ്ട് അടിച്ചിട്ടില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. ആ റോമൻ ചാട്ടവാറുകൾ ഈശോയുടെ മേൽ വീണതുപോലെ നിന്റെ പുറമെല്ലാം തല്ലിക്കീറി അവൻ മുറിച്ചെടുത്തിട്ടില്ല. അവൻ സ്വന്തം ആ ചാട്ടമാറുകളും ഇരുമ്പിയങ്ങളും ആ ആണികളും ഈശോയുടെ അസ്ഥികളെ തുളച്ചിറങ്ങിയതുപോലെ നിന്റെ ജീവിതത്തിൽ അത് ആഴത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇന്ന് നീ കടന്നു പോകുന്ന അവൻ ഏത് കഷ്ടവും ക്രിസ്തുവിന്റെ ക്രൂശിനേക്കാൾ എത്രയോ ചെറുതാ ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ക്രിസ്തുവിനെ നീ ഒന്ന് ഓർത്താൽ മതി, ക്രൂശിനെ ഒന്ന് ഓർത്താൽ മതി. എന്റെ ഈശോ ക്രൂശിനെ സഹിച്ചിട്ടും സാക്ഷാൽ ദൈവമായിരുന്നവൻ പ്രതികരിക്കാതിരുന്നെങ്കിൽ ഞാൻ എന്തുകൊണ്ട് മറ്റുള്ളവരെ പഴി പറയുന്നു? എന്തുകൊണ്ട് എന്റെ ആത്മീക വർധനയ്ക്ക് അവൻ തടസ്സമായി മറ്റുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു? നാം നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. ക്രൂശിനെ ഓർത്തിട്ട് അവൻ പ്രതികൂലങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നിന്നോട് ചെയ്ത പ്രവൃത്തി വളരെ അസഹനീയമായിരിക്കാം. പക്ഷെ യേശുവിനെ ഒന്ന് ഓർത്താൽ മതി, അവൻ സഹിച്ചത് ഓർത്താൽ മതി. ആ പ്രശ്നങ്ങളെ അതിജീവിപ്പാൻ നിനക്ക് ആത്മീക പക്വതയിൽ മുന്നേറുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. Because I am accountable to God for how I react. അതുകൊണ്ടൊരു കാര്യം ഓർത്തോ, എങ്ങനെ നീ ഞാനും പ്രതികരിക്കുന്നു എന്നുള്ളതിന് ഞാനും നിങ്ങളും 100% ഉത്തരവാദികളാണ് ദൈവത്തിന് മുമ്പാകെ. അതുകൊണ്ട് ഈശോ പറഞ്ഞു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്ക്, നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമല്ലേ പറഞ്ഞു, എവറി സിമ്പിൾ വേർഡ്സ് കഴ്സോ അല്ല, ഒന്നുമല്ല. നീ ഒരാളെ താഴ്ത്തി കെട്ടിയ ഞങ്ങൾ കഴിഞ്ഞ ദിവസം മത്തായി സുവിശേഷത്തിലെ വായിക്കാൻ അവൻ ഈ ചെറിയവൽ ഒരുത്തന് ഇടർച്ച വരുത്തിയാൽ, അവനെ കുറിച്ച് ദോഷം പറഞ്ഞാല് അവന്റെ ദൂതന്മാർ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽസ് പറഞ്ഞു. അതുകൊണ്ട് ഏത് നിസ്സാരവാക്കും യു ഹാവ് ടു ഗിവ് ആൻ അക്കൗണ്ട്. അത് കർത്താവെ അത് അറിയാതെ തമാശയിൽ പറഞ്ഞു, നോ, യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിന്റെ പ്രതികരണത്തിന്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. അതാണ് ആത്മീക പക്വത. അവൻ സ്വന്തം ചെയ്യുന്നു. തെറ്റിപ്പോയെങ്കിൽ തെറ്റിപ്പോയെന്ന് പറയണം, തിരുത്താൻ ശ്രമിക്കണം. അവൻ ഒരിക്കലും മറ്റുള്ളവരെ നിന്റെ വളർച്ചയ്ക്ക് മറ്റുള്ളവരുടെ കുറവുകൾ തടസ്സമായിട്ട് കാണല്ല. നീ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അവൻ ചില സമയങ്ങളിൽ നിശബ്ദമായിരിക്കേണ്ടി വരും. I remember that, but sometimes I call Ruben da Potta. So that's really Yes, it is. very serious thing. വെരി സീരിയസ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോന്ന് പറയുന്നു, പ്രത്യേകം ഓർത്തോളം. നമ്മുടെ ഭാര്യയെ, ഭർത്താവിനെ അവൻ സ്വന്തം കഴുതിയെന്നൊക്കെ പറയുന്നത് സീരിയസ് തിങ്ങാ. നമ്മൾ തമാശയായിരിക്കും പറയുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു, അവൻ വളരെ സീരിയസോട് അത് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ദൈവത്തിന്റെ വചനം അവൻ പറയുന്നു. ഹല്ലേലൂയ. Bible clearly mentioned these things. In every relationship there is a presence of God, because it's a Trinity. When God created, it's God, Adam, Eve. So it's in Trinity. If it comes to friendship, like God, me, and them. ഒരു കാര്യം ഓർത്തോണം, ഏത് ബന്ധത്തിലും കർത്താവുണ്ടെന്ന് ഓർത്തോണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. അത് ഭാര്യ-ഭർത്തൃ ബന്ധമാണെങ്കിൽ ഭാര്യ ഭർത്താവ് മധ്യത്തിൽ യേശു ഉണ്ടെന്ന് ഓർത്തോണം. യേശുവിനോട് ചേർന്ന് ആ കുടുംബജീവിതം പണിയപ്പെടാവും. എപ്പോഴും യേശുവിനെ മുൻനിർത്തിയാൽ അടിയില്ല, പ്രശ്നമില്ല, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. അത് കൂട്ടുകാർ തമ്മിലുള്ള ബന്ധമാണെങ്കിലും അത് ദൈവദാസനായിട്ടുള്ള ബന്ധം, ഇറ്റ് ഡസന്റ് മാറ്റർ. ആ വ്യക്തിയും എന്റെ മധ്യത്തിൽ കർത്താവും. ആ കർത്താവ് വന്നു കഴിയുമ്പോൾ ആ ബന്ധത്തിന്, അത് രോഗികൾ നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള ബന്ധമാണെങ്കിലും കർത്താവ് നടുവിൽ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഈസിയാണ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഓർത്തോണം, നമ്മുടെ എല്ലാ ആക്ഷൻസിനും ഉത്തരവാദിത്വം നമുക്ക്. അങ്ങനെ വന്നാൽ മാത്രമേ സ്പിരിച്വലി പക്വതയുള്ളവരായി ക്രിസ്തുവാകുന്ന തലയോളം വളരണം. പ്രിയമുള്ള ഈ വർഷം ഈ വചനം വൃഥാവിൽ വന്നു പോകല്ല. ഇത് എല്ലാ സഭകളും കിട്ടുന്നതല്ല. ദൈവം ചില സ്നേഹിക്കുന്നതോടെ നമുക്ക് തരുന്ന ഇത് ആഴമേറിയ വിഷയങ്ങളാ. ഇതിൽ നാം ജീവിക്കാൻ പഠിച്ചാൽ
ഒത്തിരി നമ്മൾ മാറ്റം വരും. നമ്മൾ തന്നെ ഫലമുള്ളവരായി തീരുവാനിടയായി തീരും. പ്രത്യാവർത്തനം കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ഭാര്യയോട് പറയുന്ന കാര്യങ്ങൾ, ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ, കൂട്ടുകാരോട് പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ സിബ്ലിങ്സിനോട് പറയുന്ന കാര്യങ്ങൾ. ബി വെരി കെയർഫുൾ. നമ്മൾ അവരെ താഴ്ത്തി കെട്ടിയ തമാശനായിരിക്കാൻ പറയുന്നത്, പക്ഷേ യു ഹാവ് ടു ബി റെസ്പോൺസിബിൾ. എവ്രി വേർഡ് ദാറ്റ് പ്രൊസീഡഡ് ഔട്ട് ഓഫ് യുവർ മൗത്ത്, വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകൾക്കും ഒരു പക്വതയുള്ളവന് എല്ലാ വാക്കുകളും അളന്നേ പറയുകയുള്ളൂ. കാരണം അവനറിയാം അവൻ പറയുന്ന അത് പ്രസംഗമാണ്. ഇപ്പോൾ പ്രസംഗത്തില് ചില എക്സൈറ്റഡ് ആയിട്ട് എന്തും വേണേ വിളിച്ച് പറയും. പക്ഷെ അതിന് ഉത്തരവാദിത്വം കൊടുക്കണം. കാരണം ഒരു പോയിന്റ് ഇപ്പോൾ 3 വിരൽ നിന്റെ നേരെയാണ് എപ്പോഴും ഓർത്തോണം. അപ്പോഴും അതുകൊണ്ട് ജെയിംസ് യാക്കോ പറയുമ്പോൾ നിങ്ങൾ അതേ പേര് പ്രസംഗിക്കാൻ പോകരുതെന്ന് പുള്ളി പറയുന്നത്. പ്രസംഗിക്കണം അതെടുത്തിട്ട് ചില പറയുന്നത്. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കില്ല. അങ്ങനെ അതല്ല, എന്റെ ഉദ്ദേശം ഇതല്ല. യു ഹാവ് ടു ബി വെരി കെയർഫുൾ വെൻ യു അല്ലെങ്കിൽ അതെടുത്ത് പറയാം അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാനും പോകുന്നില്ല, ദൈവത്തിന് വേണ്ടി കത്താ പറഞ്ഞ ഗോ ആൻഡ് സ്പീക്ക്, മേക്ക് ഡിസൈപ്പിൾസ്. ദിസ് എ കമാൻഡ്മെന്റ് ഫോർ എവറി ഡിസൈപ്പിൾ. വി ആർ റോയൽ പ്രൈസ്, രാജിക പുരോഗവർഗമാണ്. യാക്കോബ് എഴുതിയ ശരിയാ, പക്ഷെ യാക്കോബ് എഴുതുന്ന കാരണമാണ് നാക്ക് കട്ടിയുള്ളതാ. നീ സ്പിരിച്വലി എക്സൈറ്റഡ് ആകുമ്പോൾ ചുമ്മാ ആൾക്കാർ എന്നും പറയാൻ നീ മടിക്കത്തില്ല. അങ്ങനെ ആകരുത്, സൂക്ഷിക്കണം. ഈ നാവ് കൊണ്ട് തന്നെ നിന്നെയും വിധിക്കുമെന്ന് നീ അറിയാൻ ദൈവം അവിടെ പരിശുദ്ധാത്മാവിൽ യാക്കോബ് എഴുതിയെന്നേ ഉള്ളൂ. പുറത്തോടെ മക്കളോട് പറയുമ്പോൾ, പ്രിയ റിജിൽ പറഞ്ഞ പോലെ പൊട്ടാന്ന് പറയില്ലേ ഒരിക്കലും. കുഞ്ഞുങ്ങളെ അത് മോണാണേലും അവൻ ഒരിക്കലും അവരെ വളരെ സൂക്ഷിക്കണം. നമ്മുടെ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ മറ്റു മനുഷ്യൻ എങ്ങനെ പറയുന്നു മക്കളെ ആൾക്കാരുടെ മുമ്പിൽ നമ്മളത് ചിന്തിക്കുന്നില്ല. ഇതൊക്കെ പറയുക വിളിയായിരിക്കും വലിയ നല്ല കാര്യം ചെയ്യുന്നത്. ഒരിക്കലും നിന്റെ കുഞ്ഞുങ്ങളുടെ കുറവ് മറ്റൊരാളോട് പറഞ്ഞു കേൾപ്പിക്കാനേ പാടില്ല. ഹെൽപ്പ് ചോദിച്ചോ, പ്രാർത്ഥന ചോദിച്ചോ, അവർ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ അപമാനിക്കാൻ പാടില്ല. ഈ ദിവസങ്ങൾ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് ആത്മീക വളർച്ച. എന്ന് പറയുന്നത് ഉമ്മ ഹല്ലേലൂയ സ്തോത്രവും അന്യഭാഷയും പറയുന്നതല്ല. എന്റെ ജീവിതം, എന്റെ സംസാരം, എന്റെ പെരുമാറ്റം ക്രിസ്തുവിന് തുല്യമായി പൊട്ടച്ചൊല്ലെ കളിവാക്ക് ചേർച്ചയല്ലാത്തതൊന്നും നിന്റെ വായിൽ വരാതെ വേണം. നിന്നെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വചനമനുസരിച്ച് പോയാൽ ട്രാൻസ്ഫോം ലൈക്ക് ക്രൈസ്റ്റ്. ആൾക്കാർ ചോദിക്കും, what happened to you? നിനക്ക് എന്ത് സംഭവിച്ചു ചോദിക്കും. And they will be attracted to Christ. ക്രിസ്തുവിലേക്ക് വരാൻ അവൻ തന്നിമിത്തം ആകർഷകരായി തീരും. അത് നമ്മൾ ശ്രദ്ധിച്ചു. He is in every relationship, and so you are accountable to him for every relationship that you are actually in, because every relationship is to be a trinity where God can flow. പ്രിയമുള്ളവരുടെ എല്ലാ ബന്ധത്തിലും നീ ഉത്തരവാദിയാണെന്ന് ഓർത്തോ. അത് ഏത് ബന്ധമാണെങ്കിലും, നിന്റെ ബോസിനുള്ള ബന്ധമാണെങ്കിലും, നിന്റെ സബോർഡിനേറ്റ്സിനുള്ള ബന്ധമാണെങ്കിലും, നിന്റെ ഭാര്യയോടോ നിന്റെ ഭർത്താവിനോടോ മക്കളോടോ രക്തബന്ധങ്ങളോടോ അപ്പനോടോ അമ്മയോടോ, നെയിം ഇറ്റ്, ഏത് റിലേഷൻഷിപ്പിനുള്ള ബന്ധമാണെങ്കിലും എല്ലാ ബന്ധങ്ങളുടെ ഉള്ളിലും മൂന്നാമനായ ദൈവത്തെ നിർത്തണം. നീ ഇടപെടുന്ന വ്യക്തി നടുവിൽ ദൈവത്തെ മറന്ന് കുഞ്ഞെ ഒരൊറ്റ വാക്ക് പറയാനോ പ്രവർത്തി ഇതിനിടയാകില്ല. എപ്പോഴും കർത്താവ് കൂടെ ഉണ്ട്. നിന്നെ വാച്ച് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്ന ഒരു ചിന്ത നിനക്കുണ്ടെങ്കിൽ നിന്റെ വാക്കുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. നീ എക്സൈറ്റഡ് ആയിട്ടൊന്നും പറയത്തില്ല. യു ബി വാച്ച് somebody is there to evaluate you. നിന്റെ വാക്കുകളൊക്കെ കുറിച്ച് വെക്കാൻ, എഴുതി വെക്കാൻ ഒരുത്തിന് അടുത്തുള്ള ഓർമ്മ. അത് റേസ്റ്റ് ആയി പോകുന്നില്ല. എനർജി ക്യാൻ neither be created nor be destroyed. നീ പറയുന്ന ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് എനർജി, ഇറ്റ് ഈസ് ദേർ ഇൻ ദിസ് അറ്റ്മോസ്ഫിയർ. ഇപ്പൊ ഞാൻ പറയുന്ന ശബ്ദം ഇതുണ്ടാക്കിയ വൈബ്രേഷൻ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഡൈ ഡൗൺ, ഇറ്റ്സ് ദേർ, ഇറ്റ് ക്യാൻ ബി റീപ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ഈസ് വാട്ട് വി സീ. ടിവിയിലൊക്കെ ഒന്ന് കാണുമ്പോൾ ഇറ്റ്സ് ബീൻ റീപ്രൊഡ്യൂസ്ഡ്. സ്ലൈറ്റ് വേരിയേഷൻസ് in the energy is what creates കളറുകളാണെങ്കിലും എന്തെല്ലാം, slight variations of things. Videos reproduced in TV, it's from this atmosphere. നീ പറയുന്ന വാക്കുകളെല്ലാം കിടപ്പണം, ഓർത്തോണം. അതുകൊണ്ടാ ഈ വർഷം പറയാൻ കർത്താവ് എന്നെ ഒരു ഡിഫറെന്റ് ബിലീവർ. ഇതുവരെ ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നു, വചനമൊക്കെ, പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ തലത്തിലേക്ക്. നമ്മൾ പറയുമ്പോൾ XY പ്ലെയിനിൽ മാത്രമേ പോകുന്നു. ക്രിസ്ത്യാനിറ്റി കർത്താവിലുള്ള വളർച്ച എന്ന് പറയുന്ന XY മാത്രമല്ല, different planes. XY ഉണ്ട്, Z plane ഉണ്ട്, name it, how many 360 degrees ഔട്ട് ഏത് പ്ലെയിനും വേണം നിനക്ക് വരയ്ക്കാം. നീ ആകപ്പെട്ട ഒറ്റ പ്ലെയിൻ നിന്നുകൊണ്ടാണ് നിന്നെ കാണുന്നല്ല, പല ആംഗിൾസ് ഉണ്ട്, പല പ്ലെയിൻസ് ഉണ്ട്. അത് വെച്ച് നീ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നീ കറക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി എപ്പോഴും ദൈവത്തെ നീ മുൻനിർത്തിക്കൊണ്ട്. So let's come to the third point, that is be consistent in the word. മൂന്നാമത്തെ കാര്യം, എങ്ങനെ പക്വതയുള്ളവനാണ്. ദൈവവചനത്തില്
എപ്പോഴും നിശ്ചയമുള്ളവനായിരിക്കുക, അതിൽ ഉറപ്പുള്ളവനായിരിക്കുക. Joshua chapter 1 verses 8. ആമേൻ. യോശുവയുടെ പുസ്തകം ആമേൻ സ്തോത്രം ചെയ്യുന്നു. 1:8 വാക്യത്തില് ദൈവം യോശുവയോട് പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കുക. 1:8. Keep this book of the law always on your lips. ആമേൻ. Meditate on it day and night so that you may be careful to do everything written in it. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൽ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത് രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. Because what you put your eyes to, you become. What you think about, you transform into. And this is no matter what is, if it's the word of God and you see the nature of Christ, you see. പ്രിയമുള്ളവരെ, നീ എന്ത് കണ്ണു വെക്കുന്നു, നീ എന്ത് കാണുന്നു, അതുപോലെ ഇരിക്കും നിന്റെ പ്രതികരണങ്ങൾ. അതേപോലെ വചനമാണ് നീ എപ്പോഴും കാണുന്നെങ്കിൽ, വചനമാണ് എപ്പോഴും കേൾക്കുന്നെങ്കിൽ, വചനമാണ് നിന്റെ ഹൃദയത്തെങ്കിൽ ആ വചനം നിന്നിൽ സ്ഫുരിക്കാനിടയായി തരും. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ അവന്റെ വായിൽ വരുന്നത് എന്ന് പറയുന്നത് പോലെ അവൻ നിന്നിൽ എന്തിരിക്കുന്നു, നീ എന്തിൽ ഫോക്കസ് ചെയ്യുന്നോ അതായിരിക്കും നിന്റെ ഔട്ട്കം, നിന്റെ നേച്ചർ, നിന്റെ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. Like Jesus said, I am the way. യേശു പറഞ്ഞു, ഞാൻ വഴിയാകുന്നു. What was the last time you meditated on the way of Jesus and just watch the way he relates? ഇന്ന് പകൽക്കാലം എത്ര നാളായി യേശു ആകുന്ന വഴിയെ നീ ഒന്ന് വായിച്ചിട്ട് അതിനെ ഒന്ന് ധ്യാനിച്ചിട്ട് നീയുമായിട്ട് അതൊന്ന് താരതമ്യപ്പെടുത്തിയിട്ട് When you do, you become more like him. ആ വചനം എന്നും നീ ധ്യാനിക്കുകയും, അതുകൊണ്ടാണ് എപ്പോഴും കയറി ഇപ്പം പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിശാൽ ഉറക്കം കൊണ്ടുവരും, മടുപ്പ് കൊണ്ടുവരും. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഡിഫറെന്റ്. അതുകൊണ്ടാണ് യു ഹാവ് ടു ഫൈൻഡ് കോൾ പീപ്പിൾ എന്ന് പറയാൻ അരമണിക്കൂറുണ്ട്, നമുക്കൊന്ന് വചനം ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീസൺ എനിക്ക് എന്നെ മനസ്സിലാക്കിയതായി. വെൻ യു ടീച്ച്, ഒരാളെ പഠിപ്പിക്കുമ്പോൾ നിനക്ക് ഒരു സബ്ജക്ട് മനസ്സിലാവുന്ന പറഞ്ഞ പോലെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാകും. ആ വഴി തിരിച്ചറിയാൻ അവൻ നാം ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. Because when you do, you become more like him. And if you focus on the word, you are going to prosper in your soul. You might prosper financially, socially, and relationally, but you definitely prosper spiritually. ഒരു കാര്യം പറയട്ടെ, വചനം ധ്യാനിക്കുമ്പോൾ നീ നാഥനെയാണ് ധ്യാനിക്കുന്നത്, ദൈവത്തെയാണ് ധ്യാനിക്കുന്നത്. പ്രോത്തോളം ആത്മാവിൽ നിനക്ക് എപ്പോഴും ഒരു അനുഗ്രഹം ഉണ്ടാകും, നിനക്കൊരു വളർച്ച. ഒരു വേള ഭൗതികമായി വളർന്നെന്ന് വരാം, ഇല്ലെന്ന് വരാം, അതല്ല വിഷയം. പക്ഷെ നിന്റെ ആത്മാവിൽ നീ സ്പിരിച്വലൈസ്, ആത്മീകമായി വളരുവാനിടയാകും. Because it will start getting in you. അത് ആ വചനം നിന്നിലേക്ക് ക്രീപ്പിൻ ചെയ്യും, അത് നിന്നിൽ വളരും. The fear of the Lord is beginning of wisdom. ബൈബിൾ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. And you will say, oh my gosh, I am not going to do this because God is here. I am not going to be hurting because I don't want to hurt my dad. നീ വചനം ഇപ്പോൾ ധ്യാനിച്ച് ചിന്തിക്കുമ്പോൾ, അതിനെ നിന്റെ മനസ്സിലായി പറക്കുമ്പോൾ, നീ പാപം ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയോ, എന്റെ പിതാവ് ഇവിടുണ്ട്, എനിക്ക് എന്റെ പിതാവിനെ വിഷമിപ്പിക്കേണ്ട എന്ന് നീ ആത്മാർത്ഥമായി പറയേണ്ടതായിട്ടില്ല. So, and the fourth point is go to church. നാലാമത്തെ പോയിന്റ്, എങ്ങനെ ആത്മീക പക്വത. കൂട്ടായ്മകളിൽ നിസ്സ്ഥിരമായി പോകണം, ആരാധനയ്ക്ക് നിസ്സ്ഥിരമായി പോകണം. അതിന് മുടക്കം വരുത്തുന്ന ഒന്നും നിന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല. Good gracious, that's easy one. You know, many people spend 15 to 20 hours or more a week in front of a TV and cell phones on Facebooks and all other social medias. ഒരു മനുഷ്യൻ 15-20 hours ഒന്നുമല്ല, ഒരാഴ്ചയിൽ how much hours they spend, it's too much. they have time. അതിനെല്ലാം അവർക്ക് സമയമുണ്ട്. ടിവിയുടെ മുമ്പില്, സോഷ്യൽ മീഡിയയുടെ മുമ്പില് എപ്പോഴും ഫോണാ, കയ്യിൽ എപ്പോഴും ഫോണാ. അതിന് ഇഷ്ടം പോലെ സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ബൈബിൾ ധ്യാനിക്കാൻ പറഞ്ഞാൽ പ്രത്യേക പറയുന്നത് സമയമില്ല, ഇതൊക്കെ സമയമില്ല. ഒന്ന് ചിന്തിക്കാം, സ്പിരിച്വൽ മെച്ചൂരിറ്റി. ദൈവത്തിന് വേണ്ടി നീ സമയം ഉണ്ടെന്ന് പറയുമ്പോൾ നീ മെച്ചൂറാകും. So it's not a challenge for you to sit actually. Most Americans and people around the world are professional sitters. ഇരിക്കുന്നതിന് ആർക്കും ഒരു പ്രയാസമില്ല. 90% അമേരിക്കയിലെ ആൾക്കാരെ കുത്തിയിരിക്കുക, പണി ഇന്ന് കുറവാണ്. So get that professional sitting in front of a preacher and get in front of where the word of God and the power of God being manifested. അതുകൊണ്ട് ഇരിക്കാൻ അമേരിക്കക്കാരൻ നല്ല കഴിവ് കിട്ടിയിട്ടുണ്ട്. ആ ഇരിപ്പ് ദീർഘനിലാകട്ടെ, അതൊരു പ്രാർത്ഥനയ്ക്കാകട്ടെ, അതൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കാകട്ടെ, അതൊരു വചനധ്യാനത്തിനാകട്ടെ,
ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ആകട്ടെ, ഇല്ലെങ്കിൽ അത് ആരാധനയ്ക്കാകട്ടെ, ആ വചനം ശുശ്രൂഷിക്കുന്നിടത്തും ആ വചനം മാറ്റമില്ലാത്ത വചനം കേൾക്കാനായിട്ട് ഇരിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് തീരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രസംഗം ഞാൻ കേട്ടപ്പോൾ ഒരു വ്യക്തി പക്ഷേ ഞാൻ ഒരു 40 ഇരിക്കാൻ പോവാ അല്ലേ. When I was talking about, sitting down, I just remembered about, somebody telling a pastor, I'm going to sit at 40. What he meant was, like Christ fast for 40 days, I'm going to sit at 40 days. It has become a trend of saying those things. Get into the church where people get saved, healed, where they are filled with the Spirit. പ്രിയമുള്ളവരെ, നിങ്ങൾ പോകുമ്പോൾ ആ സഭ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരാൻ പറ്റുന്ന ഒരിടമായിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട് പോരാ, ഇല്ലേ ചേർന്ന് നിന്ന് പണിത് ചേർന്ന് നിന്ന് ചെയ്ത് നിങ്ങൾക്കും ആ ശുശ്രൂഷ പഠിച്ച് നിങ്ങൾ വേറെടുത്ത് പോയി സ്റ്റാർട്ട് ചെയ്യുക. കാരണം ആത്മീയമായി നിറയുന്ന ഒരു സഭ, രക്ഷ പറയപ്പെടുന്ന ഒരു സഭ, വളർത്തുന്ന ഒരു സഭ. എല്ലായിടത്തും അങ്ങനെ വളർത്തണമെന്നില്ല. എല്ലാവരും പറയാം, ഓരോരുത്തർ കണക്കിടും അവന് വളർച്ചയായി ഇപ്പം പറയാം എന്ന് പറഞ്ഞിട്ട് അവന് ഇത്ര വേണ്ടി ബൈബിൾ പറയുന്നുണ്ട് പുതിയ വിശ്വാസികളെ പ്രസംഗിക്കാനൊക്കെ. പക്ഷേ നടന്ന് പഠിക്കണ്ടേ? നടന്ന് പഠിക്കാൻ എങ്ങനെയാ അവർ പോയി നാളെ കർത്താവ് ഒറ്റപ്പെടുത്തും ഒറ്റയ്ക്ക് ഒരു സ്ഥാനത്ത് അങ്ങ് പ്രയോജനപ്പെടുന്നത്? അതാ എന്റെ ചിന്ത. when somebody comes by, റിജിലൂടെ വലിയ പ്രീച്ചറായതുകൊണ്ട് when God brings him out, he has to be ready. ജിൻസിയെ കൊടുത്ത് എല്ലാവരും കുടുംബമായിട്ട് ഇറങ്ങുമ്പോൾ he has to be ready to preach. സുവിശേഷം പറയാൻ തയ്യാറായിട്ടിരിക്കണം. അന്നേരം പോയി ബൈബിൾ no time. നമ്മൾ വിശ്വസിച്ചേക്കാൾ രക്ഷ ഒത്തിരി അടുത്തിരിക്കുക. Christ is ready to come back. So we have to be equipped. ഡോക്ടറെ ഒറ്റയ്ക്ക് മീഡിയയിലാക്കിയാൽ, ഡോക്ടർ വീട് ആരാധനാലയമായിട്ട് തുറന്നാൽ അവിടെ 4 പേര് വന്നാൽ ഡോക്ടർക്ക് ലീഡ് ചെയ്യാൻ പറ്റണം. അതിനൊരു പാസ്റ്റർ കൊണ്ട് പാസ്റ്റർ വേണ്ട. God has called you. ഞാൻ എല്ലാവരെയും പാസ്റ്റർ എടുക്കുന്നത് വേറെ ഒത്തിരി ഉണ്ട്. വർക്ക് ഇസ് സോ പ്ലെന്റിഫുൾ, ലേബറേഴ്സ് ആർ ഫ്യൂ. അതുകൊണ്ട് സ്വന്തം ചെയ്യും. ദൈവസന്നിധിയിൽ നാം ഇരിക്കാൻ പഠിക്കണം, ദൈവസന്നിധിയിൽ സംസാരിക്കാൻ പഠിക്കണം. അതിനുവേണ്ടി ടൈം എടുക്കാനായിട്ട് ഇടയാകേണ്ട. You have to yield yourself. All that you want to do, and if there is any extra service, jump in there and serve. ശുശ്രൂഷിക്കാൻ ടൈം ചാടി വീണ് ശുശ്രൂഷിക്കണം. മെസ്സേജ് പറയാൻ നീ ചിന്തിക്കേണ്ട കാര്യമില്ല. യു ഹാവ് ടു ബി റെഡി ടു ഷെയർ. എന്നിട്ട് ഒരു നഴ്സിംഗ് ഹോം ജംപ് ഇൻ ആൻഡ് ബി ഫസ്റ്റ് ദേർ. എന്നിട്ട് പറയാം പാസ്റ്റർ ഇത് പോരാ, നമുക്ക് 2-3 നഴ്സിംഗ് ഹോം നടത്തണം. എത്ര പേര് എന്നെ ഡോക്ടറൊന്നും കാണാം, ഒരു പാട്ടോടെ പാടാമോ, ക്യാൻ യു കം നെക്സ്റ്റ് വീക്ക് ചോദിക്കുക. ഒത്തിരി സാറ് കാരണം മരിക്കാറായിരിക്കുന്ന കഷ്ടങ്ങളിലിരിക്കുന്നവരാ. എന്താ നമ്മൾ ചെയ്യുന്നത്? 4 ചർച്ചിനകത്ത് 4 ഒത്തിരി പേര് വന്ന് ഒരുങ്ങി വന്നില്ല കമ്മിറ്റിക്കകത്തിരുന്ന് സ്വത്രമല്ലേ. Who cares about it? They are all spiritually knows about Christ. Reach out. നമ്മൾക്ക് ഈ സിറ്റിയില് എത്ര thousands of nursing home ഉള്ളത്. അറ്റ്ലീസ്റ്റ് കുറെ നഴ്സിംഗ് ഹോം കണ്ടുപിടിച്ചത് നമ്മളെല്ലാവരും പിള്ളേർ ഓക്കെ വി വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഞങ്ങൾ പോകാം. ഇനി പാട്ട് പാടാനില്ലെങ്കിൽ ഞങ്ങള് സ്പീക്കർ തന്നാൽ മതി. How many things we can do in this city? പകൽക്കാലം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു കൊതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി എക്യുപ്പാക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. The next point is regular prayer and fasting. അടുത്തത് ആത്മീയ പക്വതയ്ക്കുള്ള ഒരു അടയാളം. എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന അവസ്ഥ, ഉപവസിക്കുന്ന അവസ്ഥ. നീ എങ്ങനെ ആത്മീയ പക്വത പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ മെച്ചൂരിറ്റിയുടെ അടയാളങ്ങളാണ്. സ്വന്തം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചർച്ചയിൽ 3 ദിവസ വാസത്തിന് എല്ലാ മാസത്തിന്റെ ആരംഭത്തിലുണ്ട്. നീ ഫൈൻ ടൈം ചെയ്യണം. ടൈം ഇല്ലാത്ത ഒരുത്തിനും ഇവിടെ ഇല്ല. എത്ര ഒബാമയിലെ ട്രംപ് എന്ന് പറഞ്ഞാൽ ഐ നോ യു ക്യാൻ മേക്ക് ടൈം. സ്വന്തം ചെയ്യുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം. മെച്ചൂരിറ്റിയിലേക്ക് നമ്മൾ നയിക്കുന്ന നമ്മൾ സെർച്ച് ചെയ്യണം. ഒന്ന് ലോർഡ് ലാസ്റ്റ് മന്തിന് നന്ദി. വെറുതെ കുത്തിയിരുന്ന് നമ്മൾ ഉറങ്ങിയാലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പ്രയർ ലൈൻ കയറാൻ എന്നെ പറഞ്ഞാൽ വരാൻ പറ്റുന്നേ വരണം. ആത്മാവിൽ കത്തണം നമുക്ക്. വി നീഡ് ദ ഫ്ലോ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് വചനങ്ങൾ നൽകണം. ഇത് ജർമിനേറ്റ് ഈ വചനങ്ങളൊക്കെ തീർക്കണമെങ്കിൽ ഹോളി സ്പിരിറ്റ് അങ്ങോട്ട് ഒഴുകണം, നനയ്ക്കപ്പെടണം. അതുകൊണ്ട് പറയാൻ കർത്താവേ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും വലിയ വ്യഗ്രത ഞങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിക്കും. Regular prayer and fasting is a great discipline. നമ്മൾ കണ്ടല്ലോ, പക്വതയുടെ അടയാളമാണ് ജീവിതത്തിൽ ഡിസിപ്ലിൻ, ആത്മീക ചിട്ട കാണും. അതിൽ ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥനയും ഉപവാസവും എന്ന ചിട്ട. As we all know, that fasting and prayer has a prompt answer. ഒരു കാര്യം ഓർക്കണം, ഉപവാസത്തിൽ നീ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിൽ നിശ്ചയ മറുപടിയുണ്ട്. Jesus clearly says in Matthew 17:21, however, this kind does not go out except by prayer and fasting. ഞങ്ങൾ 18 മാത്യു നിൽക്കുന്ന 17 വന്നപ്പോൾ ഈ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തതാ.
അവൻ ഈശോ പറഞ്ഞൊരു കാര്യം, എന്നാൽ ഈ ജാതി ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും എന്ത് ചെയ്യത്തില്ല, നിന്നെ തകർക്കാൻ, നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന നിന്റെ തലമുറയെ തകർക്കാൻ, നിന്റെ ഫ്യൂച്ചറിനെ ഡാർക്കാക്കാൻ വേണ്ടി അവൻ അവിടെ കാണുന്ന ഒരു തലമുറയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ശക്തി. കുഞ്ഞെ, നിന്റെ ജീവിതം ഡിപ്രഷനിലാക്കാൻ, നീ ഒരു യങ്സ്റ്റർ ആയിരിക്കാൻ, നിന്റെ ഭാവി കുരുക്കിക്കളയാൻ ആ ശക്തി വ്യാപരിക്കുമ്പോൾ നീ ഇന്ന് ഉണർന്ന് ബോധിച്ചു. നിനക്കല്ല സൗകര്യം തന്നിട്ട് ചെറിയ ചർച്ചയായിരിക്കും, ആൾക്കാരില്ല, ഓക്കെ, ഓപ്പറേഷൻ മറ്റുള്ള വലിയ ചർച്ചകളിൽ ഇല്ല. അവൻ സ്വതം ചെയ്യുന്നു. ഗോഡസ്, നീ അവിടെ വന്ന് കരഞ്ഞു നിന്നെ തന്നെ എക്യൂപ്പ് ചെയ്താൽ എത്ര പവർഫുൾ ആയിട്ട് ദൈവം നിന്നെ ഉപയോഗിക്കും. അവൻ ഈ ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക്. അതല്ലാതെ ജാതി ശത്രുവായി പിശാചിനെ തോൽപ്പിക്കാൻ വേറെ വഴിയില്ല. The last point is seeking God daily. അവസാനത്തെ ഇത് എങ്ങനെ ആത്മീയ പക്വത, എല്ലാ ദിവസവും ദൈവത്തെ തിരയാൻ നമുക്ക് കഴിയും. Seeking God daily, not just in times of need. ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, പ്രശ്നമുള്ളപ്പോൾ മാത്രമല്ല. Men, lead your wife and family in prayers. കുടുംബത്തില് അപ്പന്മാർക്ക് കാര്യം വലിയ ഉത്തരവാദിത്തമുണ്ട്. അപ്പന്മാരെ ഉഴപ്പന്മാരാകരുത്. നിന്റെ കുടുംബത്തെ പ്രാർത്ഥനയിൽ നീ നയിക്കണം. നീ ആ മുന്നിൽ നിന്ന് അവരെ വിളിച്ച് അവൻ എത്ര വിശുദ്ധ നീ പ്രാർത്ഥിക്കാനിരിക്കാവുന്നവരാണ്. നീ ലീഡ് ചെയ്യണം. പകൽക്കാലം അപ്പന്മാരാണ്. അനേക അപ്പന്മാര് ഇല്ലാത്തടത്ത് അവൻ സ്വന്തം കുടുംബങ്ങൾ തകരും, നന്മയാകത്തില്ല. അവൻ അതുകൊണ്ട് അപ്പന്മാർ അതിന് ലീഡ് ചെയ്യണം. Pray with them every single day. നിന്റെ ഭാര്യയോട് മക്കളോട് ഒരുമിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. Pray with your kids every day. നിന്റെ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പ് പ്രാർത്ഥന ഒരു സൂസൻ കൊണ്ട് കൈപിടിച്ച് പ്രാർത്ഥിക്കാം. കൈപിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ we agree together and we just say, Lord, we don't know. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ ബുദ്ധിയോ ഞങ്ങളുടെ പരിജ്ഞാനമോ ഒന്നും ഞങ്ങൾക്ക് സഹായമില്ല. നിങ്ങൾ ഒരുമനപ്പെട്ട് നിന്റെ അടുക്കലോട്ട് ആശ്രയത്തോട് വരുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ പവറാണ്. കൈ കോർത്ത് പിടിച്ച് മക്കളോടൊപ്പം പ്രാർത്ഥിക്കാൻ നിനക്ക് സമയം കാണും. നീ അവരുടെ അടുക്ക പോയി അവിടെ മേൽ കൈവച്ച് അവൻ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവൻ സ്വന്തം ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് നാം ഓർത്തുകൊള്ളണം. ആത്മിക പക്വതയുടെ അടയാളങ്ങളാണ്. Ask God to remove anything out of your heart and that might be hurting you. ആമേൻ. ദൈവത്തോട് പറയാം, കർത്താവേ, ഇന്ന് പകൽ എന്നെ വേദനിപ്പിക്കുന്നൊക്കെയും എന്റെ ഹൃദയത്തിൽ നിന്ന് പകൽ നീ ഒന്ന് മാറ്റിക്കളയണേ. ദൈവത്തോട് പറയാം. These are the basic steps of the spiritual maturity. ആത്മീക പക്വതയുടെ അടിസ്ഥാന ചുവടുവെപ്പുകളാണ് ഇന്ന് ഞാനിപ്പോൾ പങ്കുവെച്ചതൊക്കെ. Thank you for these words. ഈ വചനങ്ങളായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവനെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ ആശീർവദിക്കുവാൻ കരമടിച്ച് കർത്താവ് സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. അവൻ ടൈമിന് 12 നമ്മൾ ഗാനം പാടി.